കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടൻസിയിലെ പാഠഭാഗങ്ങൾ ലളിതമായ രൂപത്തിൽ പകർന്നു നൽകുന്ന MS Weeksന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This episode is sponsored by Thasleem. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലെ തുടർച്ചയായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ രണ്ട് അക്കൗണ്ടുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക, എന്താണ് ബാലൻസ് ഷീറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിനേക്കാളും മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു വർഷം അവസാനിക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ അതുവരെയുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, എത്രത്തോളം ലയബിലിറ്റീസ് കടങ്ങൾ അവർക്കുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം സ്വത്തുക്കൾ അസറ്റുകൾ അവർക്ക് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ്, അക്കൗണ്ടിനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുക. ലയബിലിറ്റീസ് എന്താണ്, അസറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയാത്തവരെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ബേസിക് ടേംസിൽ വ്യക്തമായി പറയുന്നുണ്ട് അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണെന്നുള്ളത്. ദെൻ ഇവിടെ നമുക്കറിയാം ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാവർക്കും ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും, എല്ലാവർക്കും അസറ്റുകൾ ഉണ്ടായിരിക്കും. ലയബിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്കുള്ള കടബാധ്യതകൾ, നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ട്, നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുന്നു, നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുക. അതുപോലെ തന്നെ രണ്ടാമത് അസറ്റുകൾ. അസറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വത്തുക്കൾ വിലമതിക്കുന്നതും നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ സംഗതികളെയും എല്ലാ വസ്തുക്കളെയും നമുക്ക് അസറ്റുകളാണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ലാൻഡ്, ബിൽഡിങ്, മെഷീൻസ്, ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള സംഗതികളാണ്, അതുപോലെ തന്നെ നമുക്കത് വിലമതിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അസറ്റ് ആണെന്ന് പറയാം. ഇവിടെ ബാലൻസ് ഷീറ്റ് പ്രത്യേകത ഒരു വർഷത്തിന്റെ എൻഡിലായിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് രീതിയിലാണ് നമ്മൾ ഇയർ കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നുകിൽ കലണ്ടർ ഇയർ ആയിരിക്കാം. കലണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജനുവരി 1 തീയതി തുടങ്ങി ഡിസംബർ 30 തീയതി അവസാനിക്കുന്ന ആ ഒരു 12 മാസ കാലയളവിനെയാണ് നമ്മൾ കലണ്ടർ ഇയർ എന്ന് പറയുക. രണ്ടാമത് ഫിനാൻഷ്യൽ ഇയർ, അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ പിറ്റത്തെ വർഷം മാർച്ച് 30 തീയതി വരെ വരുന്ന ആ ഒരു വർഷം 12 മാസ കാലയളവിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ അഥവാ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഇയർ ഫോളോ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും ശരി, ഇയറിന്റെ എൻഡിങ്ങിലായിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരിക എന്നതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമുക്കിനി നോക്കാം. നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നോക്കാം. ലെഫ്റ്റ് സൈഡിലുള്ളത് ലയബിലിറ്റി സൈഡും റൈറ്റ് സൈഡിലുള്ളത് അസറ്റ് സൈഡുമാണ്. നമുക്ക് ലയബിലിറ്റി സൈഡ് നോക്കാം. ആദ്യമായിട്ട് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ, ബിസിനസ്സിലേക്ക് ബിസിനസ്മാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആദ്യം ഇന്നർ കോളത്തിൽ അതിൻ്റെ എമൗണ്ട് എഴുതുക. അതിൻ്റെ ഒപ്പം നെറ്റ് പ്രോഫിറ്റ്, ആ ഒരു വർഷം അവസാനിക്കുമ്പോൾ ആ ബിസിനസ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത് കിട്ടുന്ന ആ പ്രോഫിറ്റ്, നമ്മൾ കഴിഞ്ഞ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയതാണ്, ആ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്തിട്ട് അവസാനം കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ അത് നമ്മൾ ക്യാപിറ്റലിനൊപ്പം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ലെസ് ഡ്രോയിങ്സ്, നമ്മുടെ ബിസിനസ്മാന് ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, വ്യക്തിപരമായ ആവശ്യത്തിനോ അല്ലെങ്കിൽ വീട്ടാവശ്യത്തിനോ വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്തിടുക. നിങ്ങൾ ഫോർമാറ്റിൽ കാണാവുന്നതാണ്. ലോണുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്, ബാങ്കുകളിൽ നിന്ന്, മറ്റുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്ന് ലോണുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ലയബിലിറ്റി സൈഡിലാണ് വരിക. അതുപോലെ ക്രെഡിറ്റേഴ്സ്, നമ്മൾ ആർക്കെങ്കിലും ലൈക്ക് നമ്മുടെ ആരെങ്കിലും കയ്യിൽ നിന്ന് കടത്തിന് സാധനങ്ങൾ മേടിച്ചിട്ട് അവർക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവരും നമ്മുടെ ലയബിലിറ്റി സൈഡിലാണ് വരിക. അതുപോലെ ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചിലവുകൾ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ സാലറി കൊടുക്കാൻ പെൻഡിങ് നിൽക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ മറ്റേ റെൻറ്റ് കൊടുക്കാൻ, അതുപോലുള്ള എന്തെങ്കിലും ചിലവുകൾ നമ്മൾ കൊടുക്കാൻ ബാക്കി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് അതിന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയും. അതല്ല നമുക്ക് ലയബിലിറ്റിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാലറി കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞാൽ, നമ്മളൊരു എംപ്ലോയിക്ക് നമ്മൾ സാലറി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എക്സ്പെൻസ് ആയിട്ടാണ് പരിഗണിക്കുക, അതൊരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. അതല്ല നമ്മൾ സാലറി കൊടുക്കാൻ ബാക്കിയുണ്ട്, നമ്മൾ ഇതുവരെ സാലറി ആൾക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബാധ്യതയായിട്ട് മാറുകയാണ്. ദെൻ ഇനി അസറ്റ് സൈഡ് നോക്കാം. അസറ്റ് സൈഡിൽ വരുന്നത് ഗുഡ് വില്ല്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഐറ്റംസ് തന്നെയാണ്, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത്രയും ഐറ്റംസാണ് നമ്മുടെ അസറ്റ് സൈഡിൽ വരുന്നത്.
ഓക്കെ, നമുക്കിനി എങ്ങനെയാണ് ഒരു പ്രോബ്ലം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്കത് ചെയ്ത് നോക്കാം. ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാവുന്നതാണ്. അതിൻ്റെ പർട്ടിക്കുലർ എമൗണ്ട് എന്നുള്ളൊരു ഫോർമാറ്റിൽ ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണെന്ന്. ഒന്നാമത് തന്നിട്ടുള്ളത് ക്യാപിറ്റൽ. 50,000 രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ബിസിനസ് ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ രണ്ടാമത് ലോൺ ഫ്രം ബാങ്കിൽ നിന്നൊരു 20,000 രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാഷ് ഇൻ ഹാൻഡ് 2,500. നമ്മുടെ കയ്യിൽ ആ ബിസിനസ് നടത്തുന്ന വ്യക്തിയുടെ ഇറ്റ് മീൻസ് ആ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷായിട്ടുള്ളത് 2,500 രൂപയാണ്. അതുപോലെ ക്യാഷ് അറ്റ് ബാങ്ക്, അവരുടെ ബാങ്ക് അക്കൗണ്ടിലുള്ളത് 12,800 രൂപ. ക്ലോസിംഗ് സ്റ്റോക്ക്, ആ വർഷം അവസാനിക്കുമ്പോൾ അവരുടെ ക്ലോസിംഗ് സ്റ്റോക്ക് 24,700 രൂപ. അതുപോലെ ക്രെഡിറ്റേഴ്സ്, കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു 15,000 രൂപ അവർ കൊടുക്കാനുണ്ട്. അതുപോലെ നെക്സ്റ്റ് രണ്ടാമത്തെ സൈഡിൽ വന്നിരിക്കുന്നത് സൺട്രി ഡെപ്റ്റേഴ്സ്, അവരുടെ ബിസിനസ്സിൽ നിന്നും കസ്റ്റമേഴ്സ് കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവർക്ക് 24,000 രൂപ കിട്ടാനുണ്ട്. അതുപോലെ ബിൽസ് പേയബിൾ, അവരെന്തൊക്കെ ബില്ലുകൾ അടയ്ക്കാൻ ബാക്കിയുണ്ട്, 8,000 രൂപയുടെ ബില്ലുകൾ അടയ്ക്കാൻ ബാക്കി വരുന്നുണ്ട്. അതുപോലെ ഡ്രോയിങ്സ്, ആ ബിസിനസ് നടത്തുന്ന വ്യക്തി ആ ബിസിനസ്സിൽ നിന്നും 6,000 രൂപ പിൻവലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിൽഡിങ്, അവരുടെ 25,000 രൂപ വിലമതിക്കുന്ന ഒരു ബിൽഡിംഗ് അവർക്കുണ്ട്. ഫർണിച്ചർ 4,500 രൂപ വിലമതിക്കുന്ന ഫർണിച്ചേഴ്സ് ഉണ്ട് അവർക്ക്. അതുപോലെ 15,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, എവിടെയൊക്കെയായിട്ട് പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 15,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് 21,500 രൂപ നെറ്റ് പ്രോഫിറ്റ്. അവർക്ക് ആ വർഷത്തെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയത് 21,500 രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് അവർക്ക് ആ വർഷം കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് നമുക്കിത് ആൻസർ ചെയ്യുന്നതിനേക്കാൾ മുൻപ് നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് ഇതിലത്തെ ലയബിലിറ്റി അതുപോലെ തന്നെ അസറ്റുകൾ, ഇത് രണ്ടും നമ്മളൊന്ന് വേർതിരിച്ച് വെക്കുകയാണ് നമ്മൾ വേണ്ടത്. ആദ്യം നമുക്കറിയാം ക്യാപിറ്റൽ. നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ ഐറ്റംസും നമ്മുടെ ഫോർമാറ്റ് എടുക്കുക. ഫോർമാറ്റിൽ ഈ ഓരോ ഐറ്റംസും എവിടെയാണ് വരുന്നത് നമുക്കിത് ചിന്തിച്ചാൽ തന്നെ അറിയാവുന്നല്ലോ. ഒരുവിധ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. നമുക്കറിയാം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടങ്ങളാണ്, അസറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്തുക്കളാണ്. ആ ഒരു ഐഡിയ വെച്ച് നമുക്കിത് ചെയ്യാവുന്നതുള്ളൂ. ക്യാപിറ്റൽ ഒന്നാമതായിട്ട് തന്നിട്ടുള്ളത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് ബിസിനസ്മാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടാണ്. നമുക്കറിയാം ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ മൈൻഡിലാണ്. ബിസിനസ്സിൻ്റെ അസറ്റുകളും ബിസിനസ്സിൻ്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതുക. നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കലും അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബിസിനസ്മാൻ്റെ മൈൻഡിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ബിസിനസ്സിൻ്റെ മൈൻഡിൽ വേണം ചിന്തിക്കാനായിട്ട്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സംഗതി ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ബിസിനസ്സിൻ്റെ സ്വന്തമല്ല, അത് ബിസിനസ്മാൻ്റെ പൈസ ആയതുകൊണ്ട് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത് ബിസിനസ്സിന് ലയബിലിറ്റി ആയിട്ടാണ് വരിക. അപ്പോൾ ക്യാപിറ്റൽ ലയബിലിറ്റി. ദെൻ ലോൺ ഫ്രം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. സോ കട ആയതുകൊണ്ട് അത് ലയബിലിറ്റി സൈഡിലാണ് വരിക. ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള പൈസ. അതുപോലെ തന്നെ ക്യാഷ് ഇൻ ബാങ്കിലുള്ള പൈസ. ഇത് രണ്ടും നമുക്ക് അസറ്റാണ്. കാരണം നമുക്ക് വിലമതിക്കുന്നതും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ അസറ്റാണ്. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റാണ്. നമ്മുടെ ആ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്നുള്ളത് നമ്മുടെ വിൽക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചതോ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങി വെച്ചതോ ആയിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുക. സ്റ്റോക്ക് നമ്മുടെ അസറ്റാണ്. അതുപോലെ ക്രെഡിറ്റേഴ്സ്, നമ്മൾ കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു 15,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരെ, കടത്തിന് സാധനങ്ങൾ വാങ്ങി നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുക, ലയബിലിറ്റി. ദെൻ ഡെപ്റ്റേഴ്സ്, സൺഡേ ഡെപ്റ്റേഴ്സ്, നമ്മളുടെ കയ്യിൽ നിന്നും കടത്തിന് സാധനങ്ങൾ മേടിച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് പൈസ തരാനുണ്ട്, അസറ്റാണ്. അപ്പോൾ അതിൻ്റെ നേച്ചർ നമ്മൾ ഓരോന്നും നോക്കി അതിൻ്റെ നേച്ചർ നമ്മൾ അത് ലയബിലിറ്റി ആണോ അസറ്റാണോ നമുക്ക് തന്നെ വേർതിരിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർമാറ്റിൻ്റെ സഹായവും തേടാവുന്നതാണ്. അതുപോലെ ബിൽസ് പേയബിൾ, ബില്ലുകൾ അടയ്ക്കാനുണ്ട്, അടച്ചു എന്നല്ല, ബില്ലുകൾ പേയബിൾ അടയ്ക്കാനുണ്ട്, ലയബിലിറ്റിയാണ്. ഡ്രോയിങ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫോർമാറ്റ് പറയുമ്പോൾ പറഞ്ഞതാണ്, ഡ്രോയിങ്സ് നമ്മൾ ചെയ്യേണ്ടത് ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പിൻവലിക്കലാണ്. ബിസിനസ്മാൻ അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിനോ അതല്ലെങ്കിൽ വീട്ടാവശ്യത്തിനോ വേണ്ടിയിട്ട് ബിസിനസ്സിൻ്റെ നിന്നും അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്നും അയാൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് അയാളുടെ എക്സ്പെൻസ് ആയിട്ടാണ്, അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, അത് നമ്മുടെ ബിസിനസ്മാൻ്റെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ അയാളുടെ ക്യാപിറ്റലിൽ നിന്നും ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യണം. അപ്പോൾ 50,000 രൂപ ക്യാപിറ്റലുണ്ട്, അതിൽ നിന്നും എത്ര മൈനസ് ചെയ്യണം? അയാൾ ഡ്രോയിങ്സ് 6,000 രൂപ പിൻവലിച്ചു, 6,000 മൈനസ് ചെയ്യണം. ദെൻ ബിൽഡിങ്, നമുക്ക് 25,000 രൂപ വില മതിക്കുന്ന ബിൽഡിങ് അതുപോലെ സ്വത്താണ്, നമ്മളതിനെ ഒന്നും അധികം പറയേണ്ട ആവശ്യമുള്ള അസറ്റാണ്. ഫർണിച്ചർ അസറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ്
ഇൻവെസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പൈസ ബിസിനസ് ഏതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, എവിടെയെങ്കിലും പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്, അതും നമ്മുടെ അസറ്റാണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അതിൻ്റെ ഓണർക്ക് അവകാശപ്പെട്ടുള്ളതാണ്. സോ ക്യാപിറ്റലിൻ്റെ ഒപ്പം നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക. ഇനി നെറ്റ് ലോസ് ആണെങ്കിലോ അത് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യും കൂടെ വേണം. അപ്പോൾ ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും അത് ഓണർക്കുള്ളതാണ്. ലാഭമാണെന്നുണ്ടെങ്കിൽ ഓണറിൻ്റെ ക്യാപിറ്റലിൻ്റെ ഒപ്പം ആഡ് ചെയ്യും, ക്യാപിറ്റൽ കൂടും. അതുപോലെ ഇനി ലോസ് ആണെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അയാളുടെ ക്യാപിറ്റൽ കുറയ്ക്കും വേണം. ഇതിൻ്റെ നമ്മൾ ലയബിലിറ്റി മസ്റ്റ് ഏതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കതിൻ്റെ ആൻസർ ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ആൻസർ. നമ്മുടെ ഫോർമാറ്റ് ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ് എമൗണ്ട് നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആദ്യം ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എടുത്ത് എഴുതി, അതിൻ്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് അതിൻ്റെ ഒപ്പം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് അത് ആഡ് ചെയ്തു, ഡ്രോയിങ്സ് മൈനസ് ചെയ്തു. ബാക്കി വരുന്ന 65,500 രൂപ നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എടുത്തെഴുതി. ദെൻ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലയബിലിറ്റികളെല്ലാം ലയബിലിറ്റി സൈഡിലേക്ക് ലിസ്റ്റ് ചെയ്യുക, അസറ്റുകളെല്ലാം അസറ്റ് സൈഡിലേക്ക് ലിസ്റ്റ് ചെയ്യുക. ഇതെല്ലാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സൈഡും ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. ഇത്രയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ വരുന്നത്. നമ്മളിനി ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി അടുത്ത ക്ലാസ് വരുന്നത് നെക്സ്റ്റ് ഫ്രൈഡേ ആണ് അടുത്ത ക്ലാസ് വരുന്നത്. ആ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രേഡിംഗ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് മൂന്നും ഒരുമിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ അതിലേക്ക് ഇനി അഡ്ജസ്റ്റ്മെന്റ്സ്, ഒരു 14ഓളം അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നുണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ആഴ്ച നെക്സ്റ്റ് ഫ്രൈഡേയിൽ വരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.